നമുക്കിവിടെ എ പ്ലസ് ബിയും തന്നിട്ടുണ്ട് എ മൈനസ് ബിയും തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം? എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം എയും ബിയും കണ്ടുപിടിക്കണ്ടേ? എയും ബിയും കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? എ പ്ലസ് ബിയും എ മൈനസ് ബിയും കൂടെ ആഡ് ചെയ്യാൻ പോകുന്നു. എ പ്ലസ് ബി എന്ന് പറയുന്നത് 3717 എ പ്ലസ് ബി. എ മൈനസ് ബി എന്ന് പറയുന്നത് 115 മൈനസ് 3. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ബി എന്ന വേരിയബിൾ ഇല്ലാതാവും. അപ്പൊ നമ്മൾ ആഡ് ചെയ്യാൻ പോകും എ പ്ലസ് ബി പ്ലസ് എ മൈനസ് ബി. ആഡ് ചെയ്യുമ്പോൾ എയും ആഡ് ചെയ്താൽ എന്ത് വരും? 2a വരും. ഓക്കെ, അപ്പുറത്ത് ആഡ് ചെയ്ത് പറഞ്ഞേ 3 + 1 4, 7 + 1 8, 5 + 1 6, -3 + 7 4. അപ്പൊ എന്ത് കിട്ടി? 2a കിട്ടി. നമുക്ക് എന്താ വേണ്ടത്? എ വേണം. അതിൽ നിന്ന് എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പറഞ്ഞേ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4, 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ കിട്ടി. ഇനി അടുത്ത എന്ത് കണ്ടുപിടിക്കണം? ബി കണ്ടുപിടിക്കണം. ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എ പ്ലസ് ബിയിൽ നിന്ന് ഏത് മൈനസ് ചെയ്താൽ മതി? എ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ബി കിട്ടുന്നു. എ പ്ലസ് ബി എന്ന് പറയുന്ന ആൻസർ ഇതല്ലേ? അതിൽ നിന്ന് കിട്ടിയ എ നമുക്ക് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ. മൈനസ് ചെയ്ത് പറഞ്ഞോളൂ. 3 ന്ന് 2 മൈനസ് ചെയ്താൽ എന്ത് വരുന്നു? 1 വരുന്നു. അടുത്ത 7 ന്ന് 4 മൈനസ് ചെയ്താൽ 3 വരുന്നു. 1 ന്ന് 3 മൈനസ് ചെയ്താൽ എന്ത് വരുന്നു? -2 വരുന്നു. അടുത്ത 7 ന്ന് 2 മൈനസ് ചെയ്താൽ 5 വരുന്നു. അപ്പൊ നമുക്ക് എന്തായി? എ പ്ലസ് ബിയിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്തു? എ മൈനസ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബി എന്ന ആൻസർ കിട്ടി. ഇനി അതിന്റെ രണ്ടിനെ എന്തെടുക്കാൻ പോകുന്നു? ട്രാൻസ്പോസ്. ഈ ട്രാൻസ്പോസ് എടുക്കാൻ എന്ത് ചെയ്യണം? ട്രാൻസ്പോസ് എടുക്കാൻ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ റോയും കോളും എന്ത് ചെയ്താൽ മതി? ഇന്റർചേഞ്ച് ചെയ്ത് എഴുതിയാൽ പോരെ. അപ്പൊ എയുടെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? 2 4 കോളമായിട്ട് എഴുതാം. 3 2 എന്തായിട്ട് എഴുതണം? കോളമായിട്ട് എഴുതാം. ഇപ്പൊ എന്തായി? എ ട്രാൻസ്പോസ് ആയില്ലേ? അടുത്ത് എന്ത് എഴുതണം? ബി ട്രാൻസ്പോസ് എഴുതണ്ടേ? ബി ട്രാൻസ്പോസ് നമുക്ക് കിട്ടിയത് എന്താ? 1 - 2, അത് റോ ആയിട്ട് എഴുതും. അടുത്തത് 3 5. ഇപ്പൊ എന്തായി? ബി ട്രാൻസ്പോസും കിട്ടിയില്ലേ? ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ? എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസും കൂടെ കൂട്ടാനല്ലേ? അപ്പൊ നമ്മൾ രണ്ടും കൂടെ ആഡ് ചെയ്യാൻ പോകുന്നു. എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആഡ് ചെയ്ത് പറഞ്ഞേ 2 + 1 3, 3 + -2 1, 4 + 3 7, 5 + 2 7. ഓക്കെ, അപ്പൊ നമ്മൾ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ആയി.